നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വധിക്കും എന്നാണ് ഇപ്പോൾ വധഭീഷണി ഉയർന്നിരിക്കുന്നത്. അജ്ഞാത ഫോൺ സന്ദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വധിക്കും എന്ന സന്ദേശം അറിയിച്ചിരിക്കുന്നത്. ചെന്നൈയിലെ NIA ഓഫീസിലേക്കാണ് ഈ അജ്ഞാത സന്ദേശം എത്തിയത്. സംഭവത്തിൽ ചെന്നൈ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗം അന്വേഷണം നടത്തുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയാണ്. ബുധനാഴ്ച രാത്രി 9:30 പുരസവാക്കത്തെ NIA ഓഫീസിൽ അജ്ഞാത ഫോൺ കോൾ വന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ശേഷം ഉടനെ തന്നെ ഫോൺ കോൾ വിച്ഛേദിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരാണ് ഈ ഫോൺ സന്ദേശം കേട്ടത്. അവരാണിത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഹിന്ദിയിലായിരുന്നു ഇത്തരത്തിലൊരു ഭീഷണി വന്നത്. തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഫോൺ വിളിച്ചത് മധ്യപ്രദേശിൽ നിന്നാണെന്ന് വ്യക്തമായി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ദേശീയ ഇന്റലിജൻസ് ഏജൻസി ഉദ്യോഗസ്ഥർ വിവരം ചെന്നൈ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഭീഷണി ലഭിച്ച ഫോൺ നമ്പർ കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ ചെന്നൈ സൈബർ ക്രൈം പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏത് സിം കാർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഈ ഒരു പ്രചരണ വേളയിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം തെക്കേ ഇന്ത്യയും കാവി അണിയുമെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരിക്കുകയാണ്. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തെക്കേ ഇന്ത്യയിൽ മികച്ച നേട്ടം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളം പ്രതീക്ഷയുടെ പട്ടികയിലാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. NDA കേവല ഭൂരിപക്ഷം പിന്നിട്ട് കഴിഞ്ഞുവെന്നും വോട്ടർമാരുടെ ഊർജ്ജം പ്രഖ്യാപിത ലക്ഷ്യത്തേക്കാൾ മികച്ച വിജയം നൽകുമെന്നതിന്റെ സൂചനയാണെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു. ചുവന്ന ഇടനാഴികൾ കാവിയാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജൂൺ 4 ചരിത്ര വിജയം നേടുമെന്നും സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും മോദി പറഞ്ഞു. 6ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ്. ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി 58 മണ്ഡലങ്ങളാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദില്ലിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഈ ഒറ്റഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും 8 മണ്ഡലങ്ങളുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ്. മെഹബൂബ മുഫ്തി, മനോഹർ ലാൽ ഖട്ടാർ, മേനക ഗാന്ധി, അഭിജിത്ത് ഗംഗോപാധ്യായ, കനയ്യകുമാർ എന്നീ നിരവധി പ്രമുഖരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടിയിറങ്ങിയിരിക്കുന്നത്. എന്തായാലും രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. നമുക്കറിയാം ഇനി 2 ഘട്ടങ്ങൾ, ഈ 6ാം ഘട്ടവും 7ാം ഘട്ടവും കൂടി വോട്ടെടുപ്പുണ്ട്. കേരളത്തിൽ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. നമ്മളുടെ വിധി അറിയിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഫലമെന്ന് ജൂൺ 4 അറിയുവാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്ത് ഇനിയും വോട്ടെടുപ്പ് നടക്കാനുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രചരണ പരിപാടികളിലൊക്കെ സജീവമാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ഉയർത്തി തമിഴ്നാട് DMK നേതാവും ചെറുകിട വ്യവസായ വകുപ്പ് മന്ത്രി TM അൻപരശൻ രംഗത്ത് വന്നത് വളരെ വിവാദമായിരുന്നു. തമിഴ്നാട്ടിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. നിരവധി പ്രധാനമന്ത്രിമാരെ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇതുപോലൊരാളെ കണ്ടിട്ടില്ല എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. DMK ഇല്ലാതാക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെല്ലാം ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് താൻ ശാന്തനായിട്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ആയിരുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രിയെ കഷ്ണങ്ങളായി വെട്ടി നുറുക്കിയേനെ എന്നും അൻപരശൻ പറഞ്ഞു. അൻപരശൻ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കുന്നതിന്റെ വീഡിയോ BJP നേതാവ് അമിത് മാളവ്യ Xൽ പങ്കുവച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ അജണ്ട എന്താണെന്ന് വ്യക്തമാകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.